നന്നായിട്ട് പാട്ട് പാടും പോലും. അവിടെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് തന്നെ പള്ളിയിൽ ആള് കൂടുവന്ന്. അപ്പം അവളെ കൊയറിലേക്ക് സെലക്ട് ചെയ്തു. ഞാന് ഒത്തിരി നാള് ഞാനിങ്ങനെ കൊയറിലെ പാട്ട് പാടാൻ അവരോട് ചോദിച്ചപ്പോഴത്തേന് അവർ സമ്മതിച്ചില്ല. എന്റെ അടുത്ത് യാതൊന്നും സമ്മതിക്കുന്നില്ല. ജേസിക്ക് മാത്രം പാട്ട് പാടിയാൽ മതിയോ? ഇവിടെ കഴിവുള്ള ഇടവകയിലെ കഴിവുള്ള ആൾക്കാരെ ഒക്കെ ഉൾപ്പെടുത്തണമെന്നാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഞാന് ഇതുപോലെ അച്ഛന്റെ അടുത്ത് കാര്യം പറഞ്ഞു. അച്ഛ ഇതുപോലെ എനിക്ക് ഇതുപോലെ കൊയറിൽ പാട്ട് പാടാൻ എനിക്ക് താല്പര്യമുണ്ട്. നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരെയൊക്കെ എന്തായാലും എടുക്കണം. നമ്മുടെ കഴിവുകൾ ഇങ്ങനെയൊക്കെയല്ലേ ആൾക്കാര് 10 പേരെ അറിഞ്ഞോളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്നോട് എന്നാ നീ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞു. ഞാൻ പാട്ട് പാടി അച്ഛന് കൊടുത്തു. എനിക്ക് അറിയാവുന്ന ഒരു പാട്ട് ഞാൻ പാടി. അപ്പൊ ക്രിസ്തീയ ഭക്തിഗാനം എനിക്ക് ആദ്യം എന്റെ വായിൽ വന്നില്ല. എനിക്ക് അറിയാവുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ട് ഞാനങ്ങ് പാടി. വായിൽ വന്ന പാട്ട് ഞാനങ്ങ് പാടി. ഈ പാട്ട് കേട്ടതോ അച്ഛനങ്ങ് ചാടി എണീറ്റിട്ട് ഇപ്പൊ ഇറങ്ങിക്കോണം ഇതിനകത്തെന്ന് പറഞ്ഞു. ഇതിനകത്തൊന്നും എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്റെ പൊന്നു പിള്ളേരെ ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു ഞാനത് യൂട്യൂബിൽ ഇടും, വൈറലാകും. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ വേറെ ആരും കേട്ടില്ലെങ്കിലും എനിക്ക് 10 പേരെ ഇതിനകത്ത് കേൾക്കാറുണ്ട്, അവര് കേട്ടോളൂ എന്ന് ഞാൻ പറഞ്ഞു. പാടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്തായാലും കുഴപ്പമുണ്ടോ നിങ്ങൾ പറ. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി സൂറി ചൊല്ലുന്ന മലർത്തീൻ കിളി എന്റെ സരളയുടെ സദ കേൾക്കുമോ? കന്നിസുറിമാ